ഓസ്ട്രേലിയയിൽ മുൻ ഭർത്തൃമാതാക്കളെയും ബന്ധുവിനെയും വിഷക്കൂൺ നൽകി കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുകയാണ് എറിൻ പാറ്റേഴ്സൺ എന്ന 50-കാരി. 2023 ഇവരുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചു മടങ്ങി 3 പേർ മരണപ്പെട്ടത്. കൊലപാതകങ്ങൾക്ക് പ്രകോപനമായത് എന്താണെന്ന് കണ്ടെത്താനായില്ലെങ്കിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എറിനെതിരെ കൊലപാതക കുറ്റം ചുമത്താനാണ് നീക്കം. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെന്ന് പറഞ്ഞാണ് മുൻ ഭർത്താവ് സൈമൺ അടക്കമുള്ളവരെ എറിൻ പാറ്റേഴ്സൺ ലിയോങ്കതയിലെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ക്ഷണപ്രകാരം 2023 ജൂലൈ 29 എറിന്റെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു മടങ്ങിയ 4 പേരും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലായി. ഭർത്തൃമാതാക്കളായ ഡോൺ പാറ്റേഴ്സൺ, ഗെയിൽ പാറ്റേഴ്സൺ, ബന്ധുവായ ഹെദർ വിൽക്കിൻസൺ എന്നിവർ ആശുപത്രിയിലിരിക്കെ മരണപ്പെട്ടു. ഗെയിലിന്റെ ഭർത്താവായ ഇയാൻ മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു. ഇവർ 4 പേരും ഡെത്ത് ക്യാപ് ഇനത്തിൽപ്പെട്ട വിഷക്കൂൺ കഴിച്ചെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് സംശയം എറിനിലേക്ക് നീളുന്നത്. ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭാഗത്തിനൊപ്പം എറിൻ വിളമ്പിയ കൂണാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇതോടെ അറസ്റ്റിലായ എറിൻ കൂണിൽ വിഷാംശമുള്ളതായി തനിക്കറിയില്ലെന്നാണ് മൊഴി നൽകിയത്. എന്നാൽ ലാട്രോപ്പ് വാലി കോടതിയിൽ നടന്ന വിചാരണയിൽ എറിന്റെ പല വാദങ്ങളും പൊളിച്ചെടുക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘം നിരത്തിയത്. അതിഥികൾക്കുണ്ടായ അതേ ദേഹാസ്വാസ്ഥ്യം തനിക്കുമുണ്ടായെന്നാണ് എറിൻ മറ്റുള്ളവരോട് പറഞ്ഞത്. എന്നാൽ മറ്റുള്ളവരെക്കാൾ കുറവ് ഭക്ഷണം കഴിച്ച എറിൻ മറ്റൊരു നിറത്തിലുള്ള പാത്രത്തിലാണ് സ്വന്തം ഭക്ഷണം എടുത്തുവെച്ചത്. അതിഥികൾ ആശുപത്രിയിലായതിനു പിന്നാലെ കൂണുണക്കിയ ഡീഹൈഡ്രേറ്റർ സമീപത്തെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ചതും അവശേഷിച്ച ഭക്ഷണം മറ്റാർക്കും നൽകാതെ ഉപേക്ഷിച്ചതുമെല്ലാം സംശയം വർദ്ധിപ്പിച്ചു. മെൽബണിലെ ഏഷ്യൻ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് കൂൺ വാങ്ങിയതെന്ന വാദവും പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ കളവാണെന്ന് സമ്മതിച്ചു. പരിസ്ഥിതി രേഖകളിൽ വിഷക്കൂണുകൾ ഉള്ളതായി സ്ഥിരീകരിച്ച മേഖലകളിലേക്ക് എറിൻ സഞ്ചരിച്ചതായി പോലീസ് കണ്ടെത്തി. ഇനി അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു വിരുന്നൊരുക്കാൻ തനിക്കാകില്ലെന്നാണ് വിരുന്നിനെത്താനാകില്ല എന്നറിയിച്ച മുൻ ഭർത്താവ് സൈമണിന് എറിൻ അയച്ച സന്ദേശം. കൊലപാതകങ്ങൾക്ക് പ്രകോപനമായത് എന്താണെന്ന് ഒരിക്കലും കണ്ടെത്താനായില്ലെങ്കിലും ഈ സാഹചര്യ തെളിവുകൾ മാത്രം മതി എറിനെതിരെ കൊലപാതക കുറ്റം ചുമത്താമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.